ആശാപ്രവർത്തകർ ഒരു കോലവുമൊക്കെയായാണ് വന്നിരിക്കുന്നത്. ആരോഗ്യമന്ത്രി രാജിവെക്കണം എന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ്. അടുത്തൊരു തെരഞ്ഞെടുപ്പിനെ എതിരേൽക്കാൻ പോകുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിൽ ഞങ്ങൾ തീരുമാനമെടുത്തിരിക്കും. ഡോക്ടർ ഹാരിസ് ആ സിസ്റ്റത്തിലുണ്ടായിരുന്ന പിഴവുകളെ കുറിച്ചാണ് പറഞ്ഞത്. സിസ്റ്റം ശരിയല്ലാത്തത് എൻ്റെ കുറ്റമാണോ? സിസ്റ്റവും തകർന്നു. ഇപ്പം ആകെ തകർച്ചയിലാണ് ഞാനും. ഇല്ല, നിങ്ങൾ അറിഞ്ഞില്ലേ, കപ്പിത്താൻ അമേരിക്കയിലേക്ക് പോയിരിക്കുക. അദ്ദേഹത്തിന് വിദഗ്ധ ചികിത്സ ആവശ്യമുണ്ട്. അത് ആരോഗ്യമന്ത്രി ജനങ്ങൾക്ക് വിട്ടുകൊടുത്തിട്ട് മന്ത്രി രക്ഷപ്പെടേണ്ടത്. ആരോഗ്യമന്ത്രിയുടെ വകുപ്പല്ലല്ലോ മുഖ്യമന്ത്രിയുടേത്. മുഖ്യമന്ത്രിക്ക് ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നും ഇവിടുത്തെ ആഭ്യന്തര ഭരണത്തിന്റെ ചുമതലയല്ലേ ഉള്ളൂ. ആരോഗ്യമന്ത്രിയാണ് ആരോഗ്യമന്ത്രിയുടെ മേഖല നോക്കേണ്ടത്. സ്വന്തം മേഖല ഞാൻ ശ്രദ്ധിക്കാത്തത് കൊണ്ട് എനിക്ക് പറ്റിയ വീഴ്ചയാണ്. പാർട്ടി സഹാക്കളിൽ നിന്നും ഒറ്റപ്പെടുത്തുന്ന വാക്കുകൾ എന്നെ അധികം വേദനിപ്പിച്ചിട്ടുണ്ട്. അതെന്റെ BP കൂട്ടി. മന്ത്രി പറഞ്ഞില്ലേ നിങ്ങൾ എന്തിനാണ് സെക്രട്ടേറിയറ്റ് നടയിലിരിക്കുന്നതെന്ന്. ഇന്ന് ഇത്രയും ദിവസമായിട്ട് നമ്മൾ സമരം ചെയ്തിട്ട് സുനിഷ അയലൂരുണ്ട്. സുനിഷ അയലൂർ, ആരോഗ്യമന്ത്രിയായി ഒരു ആശാപ്രവർത്തക വേഷമിട്ട് സംസാരിക്കുന്നതാണല്ലോ നമ്മൾ കാണുന്നത്. പ്രതീകാത്മക പ്രതിഷേധവുമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ കോലമാണോ കയ്യിൽ? മുഖ്യമന്ത്രിയുടെ കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധത്തിലേക്കാണ് ആശാവർക്കർമാർ കടക്കുന്നത്. അതിന് തൊട്ടു മുന്നേ ആരോഗ്യമന്ത്രിയെ കുറ്റവിചാരണ നടത്തുന്ന അത്തരത്തിലുള്ള ഒരു പ്രതീകാത്മകമായ ചിത്രീകരണമാണ് നിലവിൽ നടക്കുന്നത്. അതായത് ഒരു ആശാപ്രവർത്തക ആരോഗ്യമന്ത്രിയായി വേഷമിടുന്നു. അതിനുശേഷം ആരോഗ്യമന്ത്രിയെ ചുറ്റിലുമുള്ള മറ്റാശമാർ കൃത്യമായി ചില കുറ്റങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ ആക്രോശിക്കുന്നു. അതിന് മറുപടിയായി ആരോഗ്യമന്ത്രി ചില മറുപടികൾ നൽകുന്നു. എന്താണ് അവിടെ സംഭവിച്ചത്, എന്താണ് തനിക്ക് പറ്റിയ തെറ്റുകൾ എന്നുള്ളത് മന്ത്രി എടുത്തെടുത്തു പറയുന്നു. അത്തരത്തിലുള്ളൊരു ചിത്രീകരണമാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ളൊരു കാര്യങ്ങളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റ് പടിക്കലിന് മുന്നിൽ നടക്കുന്നത്. ഏതായാലും അതിനുശേഷം ഈ കുറ്റവിചാരണയ്ക്ക് ശേഷം പ്രതിഷേധ സൂചകമായി ഈ കോലം കത്തിച്ചുകൊണ്ടുള്ള ഒരു പ്രതിഷേധം നടത്താനാണ് നിലവിലെ തീരുമാനം. നമുക്ക് കാണാൻ കഴിയും ഈ ആശാവർക്കർമാരുടെ കയ്യിൽ ഈ ആരോഗ്യമന്ത്രിയുടെ വേഷം കെട്ടിച്ചുകൊണ്ടുള്ള ഒരു കോലം കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു ആശാവർക്കർ ഇത്തരത്തിൽ ആരോഗ്യമന്ത്രിയായി വേഷമിട്ടുകൊണ്ട് കുറ്റവിചാരണ നടപടിയുടെ ഭാഗമായി നിൽക്കുന്നത്. അതിനുശേഷം കോലം കത്തിച്ചുകൊണ്ടുള്ള പ്രതിഷേധം എന്നതാണ് ആശാവർക്കർമാർ ഉദ്ദേശിക്കുന്നത്. സമരം നടക്കുമ്പോൾ ഇവിടെ നമ്മുടെ സ്ക്രീനിന്റെ ഇടതുഭാഗത്ത് ആരോഗ്യമന്ത്രിക്കെതിരെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധമാണ് നടക്കുന്നത്. ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധം കടുപ്പിക്കുകയാണ് യൂത്ത് കോൺഗ്രസ്. പത്തനംതിട്ടയിലെ പ്രതിഷേധ കാഴ്ചയാണ് നമ്മൾ ഒരു ഭാഗത്ത് കാണുന്നത്. പ്രവീൺ പുരുഷോത്തമൻ, പത്തനംതിട്ട DCC കൂടി ചേർന്നുള്ള ഒരു സംഘാടനമാണോ? വലിയ രീതിയിലുള്ള പങ്കാളിത്തമുണ്ടോ സമരത്തിൽ? സുജിയ, ശക്തമായിട്ടുള്ള പ്രതിഷേധ പ്രകടനം തന്നെയാണ് ഇപ്പോൾ DCCയുടെ നേതൃത്വത്തിൽ ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജിന്റെ പത്തനംതിട്ടയിലെ ഓഫീസിലേക്ക് നടത്തിയത്. അവർ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഒപ്പം തന്നെ കോൺഗ്രസ് പ്രവർത്തകരും പ്ലാക്കാർഡും ഒക്കെ എന്തിയാണ് ഇപ്പോൾ ഈ പ്രകടനമായി ഇങ്ങോട്ടേക്ക് എത്തിയത്. പോലീസ് ഇപ്പോൾ തടഞ്ഞു. എന്താണ് ഈ പ്ലാക്കാർഡിലൊക്കെ സൂചിപ്പിച്ചത്? ഇതിന്റെ കാര്യം എന്ന് വെച്ചാൽ പിണറായി വിജയനും വീണ ജോർജും പറയുന്നത് കേരളമാണ് ആരോഗ്യ മേഖലയിൽ ഒന്നാമെന്ന് പറയുമ്പോൾ അടിക്കടി പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. അടിക്കടി പിണറായി വിജയൻ അമേരിക്കയിൽ പോയി ട്രീറ്റ്മെന്റ് ചെയ്യണം. അതിന്റെ പ്രതിഷേധമാണ്. പാവങ്ങൾക്ക് ഇവിടെ മരുന്നില്ല. പിണറായി വിജയന് ജനങ്ങളുടെ നികുതി പണം കൊണ്ട് പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയി ട്രീറ്റ്മെന്റ് ചെയ്യുകയാണ്. അതിന്റെ പ്രതിഷേധമാണ്. വലിയ പ്രതിഷേധത്തിലാണ് സുജിയ. ഇപ്പോൾ പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ വാക്കുതർക്കം നടക്കുന്നു. ബാരിക്കേഡ് മറികടക്കാൻ കോൺഗ്രസ് പ്രവർത്തകർ ശ്രമിക്കുന്നു. 2 ലെയർ ബാരിക്കേഡാണ് പോലീസിവിടെ തീർത്തിരിക്കുന്നത്. അതിൽ 1 ലെയർ ബാരിക്കേഡ് ഈ പ്രവർത്തകർ വലിച്ചു മാറ്റി കഴിഞ്ഞു. കയർ ഉൾപ്പെടെ വലിച്ചു മാറ്റി കഴിഞ്ഞു. DCC നേതൃത്വം ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പത്തനംതിട്ടയിലെ മാക്കാംകുന്നിലെ ആരോഗ്യവകുപ്പ് വീണ ജോർജിന്റെ ഓഫീസിലേക്ക് സമരം നടത്തുന്നു. പ്രവർത്തകരെ പോലീസ് തടയുന്നു. ആരോഗ്യവകുപ്പ് മന്ത്രി രാജിവെക്കണം എന്ന ആവശ്യമാണ്. DCCയുടെ പ്രതിഷേധം, തിരുവനന്തപുരത്ത് ആശാ വർക്കേഴ്സിന്റെ പ്രതിഷേധം, എല്ലായിടത്തും പ്രതിഷേധം ഇരമ്പുകയാണ്. ആരോഗ്യമന്ത്രിയുടെ കോലം കത്തിക്കാൻ പോവുകയാണ്. ആരോഗ്യമന്ത്രിയെ ചെരുപ്പ് കൊണ്ട് അടിക്കുകയാണ്. തിരുവനന്തപുരത്തെ ദൃശ്യം നമുക്ക് ഫുൾ സ്ക്രീൻ എടുക്കാം. ആരോഗ്യമന്ത്രിയുടെ കോലം തറയിലിട്ട് ആശാപ്രവർത്തകർ ചെരുപ്പ് കൊണ്ട് അടിക്കുകയാണ്. ആരോഗ്യമന്ത്രിയെ ചെരുപ്പ് കൊണ്ടടിക്കുന്നു. കോലമെടുത്ത് തറയിലടിക്കുന്നു. പ്രതിഷേധം. നേരത്തെ ഒരു ആക്ഷേപഹാസ്യ രൂപത്തിലുള്ള സംഭാഷണങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ടായിരുന്നു. ആരോഗ്യമന്ത്രിയായ ഒരു ആശാപ്രവർത്തക നിന്നുകൊണ്ട് ഇപ്പോൾ ആരോഗ്യമന്ത്രിയുടെ കോലം തറയിലിട്ടിരിക്കുകയാണ്. കോലം കത്തിക്കാനായിട്ടുള്ള ഒരു പുറപ്പാടാണ് ആശാപ്രവർത്തകർ നടത്തുന്നത്.
എന്ന് വേണം മനസ്സിലാക്കാൻ. സുനിഷ അയ്യലൂർ, ആരോഗ്യമന്ത്രിയോട് ആശാപ്രവർത്തകർക്ക് അവരുടെ ഓണറേറിയം കൂട്ടാത്തതിന്റെ ദേഷ്യം നേരത്തെ തന്നെയുണ്ട്. ഇപ്പോൾ ഈ വിഷയം കൂടി വന്നപ്പോൾ പ്രതിഷേധം കൂടുകയാണ്. ഇതാ ഇപ്പോൾ കോലം കത്തിച്ചിരിക്കുന്നു. കോലം കത്തിക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ കാണുകയാണല്ലേ? അതെ സുജയ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ തന്നെ ആരോഗ്യമന്ത്രിക്കെതിരെ ശക്തമായ പ്രതിഷേധം നടത്തിയ ആളുകളാണ് ഈ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ. അതിനിടയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടാകുന്നത്. വ്യാപകമായ പ്രതിഷേധം ആരോഗ്യമന്ത്രിക്കെതിരെ ഉണ്ടാകുന്നത്. അതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ ആശാവർക്കർമാരുടെ ഇപ്പോഴുള്ള പ്രതിഷേധം നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണാം, നേരത്തെ ഒരു കുറ്റവിചാരണയായിരുന്നു കണ്ടിരുന്നതെങ്കിൽ പിന്നീട് ഈ കോലം ഈ നിലത്തിട്ട് ചെരുപ്പ് കൊണ്ട് അടിക്കുന്ന ഒരു കാര്യത്തിലേക്ക് കടക്കുകയായിരുന്നു. പിന്നാലെ ഇതാ ഇപ്പോൾ കോലം കത്തിച്ച് തന്നെ പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ആരോഗ്യ മേഖലയെ ആരോഗ്യവകുപ്പ് മന്ത്രി പൂർണ്ണമായും ഇല്ലാതാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു രീതിയിലും ആരോഗ്യവകുപ്പിനെ നോക്കാൻ അല്ലെങ്കിൽ കൃത്യമായി ഈ ഒരു രീതിയിലും ആരോഗ്യമന്ത്രി എന്ന രീതിയിൽ ആരോഗ്യമന്ത്രിക്കെതിരായ പ്രതിഷേധമാണ് അവിടെ കോലം കത്തിച്ചുകൊണ്ട് ആശാപ്രവർത്തകർ ഇപ്പോൾ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. മുദ്രാവാക്യം വിളികളുണ്ട്. കോലം കത്തിച്ചിരിക്കുന്നു. തിരുവനന്തപുരത്തെ പ്രതിഷേധമാണ് നമ്മൾ കണ്ടത്. പലയിടങ്ങളിലായി പ്രതിഷേധം നടക്കുന്നു. ഇതിനിടയിൽ കോട്ടയത്ത് തലയോലപ്പറമ്പിലുള്ള ബിന്ദുവിന്റെ വീട്ടിലേക്ക് അല്പസമയത്തിനകം മന്ത്രി വി എൻ വാസവൻ എത്താൻ പോവുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജ് ബിന്ദുവിന്റെ ഭർത്താവ് വിശ്രുതനെ ഫോണിൽ വിളിച്ച് സർക്കാർ ഒപ്പമുണ്ട്, ആവശ്യമായ കാര്യങ്ങൾ ചെയ്യാമെന്ന്